വൈകിട്ട് 4 മണിയായപ്പം ഇലയപ്പം ഉണ്ടാക്കാനാണ്. അപ്പോൾ അതിനില എടുക്കുക. അപ്പോൾ ഇലയെടുത്ത് അത് മുഴുവൻ അങ്ങനെ എടുക്കരുതെന്നല്ലേ പറയുന്നത്. ഇല ഒന്നായിട്ട് ഇലയെടുത്ത് കഴുകി അത് കീറിയെടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ പറയാം. അപ്പോൾ ഇലയെല്ലാം കീറിയെടുക്കണം. അപ്പോൾ ഗോതമ്പ് മാവ് എടുത്തു. ഗോതമ്പ് മാവും മൈദയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ജീരകം, ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ നമുക്ക് കുഴച്ചെടുക്കണം മിക്സ് ചെയ്തിട്ട്. നല്ലതായിട്ട് കുഴച്ചെടുക്കണം. നല്ല എല്ലാം പിടിക്കണം എല്ലായിടത്തും ഉപ്പും. പിന്നെ നല്ല തേങ്ങയും ശർക്കരയും എടുത്ത് വെച്ചിട്ടുണ്ട്. അത് രണ്ടും കൂടെ ഇളക്കിയെടുക്കണം. മാവ് കണ്ട ഇലയെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അപ്പോൾ അതിനകത്തൊരു മാവ് അങ്ങോട്ട് പരത്തി തേങ്ങയും ശർക്കരയും കൂടെ അങ്ങോട്ട് വെച്ച് കൊടുക്കണം. വെച്ച് കൊടുത്ത് മടക്കണം. അപ്പോൾ അങ്ങനെ നമുക്കെല്ലാം ഒന്ന് പരത്തിയെടുക്കാമേ. എല്ലാം ഒന്ന് പരത്തിയെടുത്തിട്ട് പിന്നെ ചുടുന്ന കാണിക്കാം എങ്ങനെയാണ് ചുടുന്നതെന്ന്. എൻ്റെ വെളിയിൽ അടുപ്പ് കൂട്ടി നമുക്ക് ചൂടാം. വെളിയിൽ അടുപ്പ് കൂട്ടുവാണേ. അടുപ്പ് ഓൾറെഡി അവിടെ ഒരു പഴയ അടുപ്പുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ബിരിയാണി വെക്കുന്നതോ അല്ലെങ്കിൽ ഇച്ചിരി കൂടുതൽ ചോറൊക്കെ വെക്കുന്നത് അതിനകത്താണ്. വലിയ ദോശക്കല്ല്, പൊറോട്ട അടിക്കുന്ന ദോശക്കല്ല കേട്ടോ. നമ്മുടെ ഇലയട നമ്മളെന്താ എന്താ ഇതിനെന്താ പറയുന്നത്? നിങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നവർ ഇതിനെന്താ പറയുന്നതെന്ന് കമൻറ്റ് ഇടണേ. കണ്ടോ, പാത്രത്തിൽ വെള്ളം വെച്ച് അതിനകത്ത് വെയിറ്റ് വെച്ച് അങ്ങനെ ഓരോന്നും നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഈ വലിയ ദോശക്കല്ലാകുമ്പോൾ നമുക്ക് എല്ലാം ഒത്തിരി ചുട്ടെടുക്കാം. 3 എണ്ണമൊക്കെ വെച്ച് ചുട്ടെടുക്കാമല്ലോ. അങ്ങനെ എല്ലാം ഒന്ന് ചുട്ടെടുക്കട്ടെ. അവിടെ ചുട്ടെടുത്ത് ഇനി അത്രയും കൂടെ ഉണ്ട്. അതും കൂടെ ഉള്ളു. തിരിച്ചിടുക. ആദ്യം വെയിറ്റ് വെച്ചില്ല. അത് പിന്നെ മറ്റേത് അങ്ങോട്ട് എടുത്തിട്ട് ഇത് വെയിറ്റ് കൂടി വെച്ചൊന്ന് വേവിക്കാമെന്ന് വെച്ചിട്ടാണ്. അല്ലെങ്കിൽ അത്രയും സമയം പോകത്തില്ല. പുകയടിക്കാതെ അത്രയും മുക്കലും മൂളലും ഒക്കെ. അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തിന്ന് നോക്കാം. കൈകൾ ഏതാണ്ട് പറഞ്ഞു ഞാൻ മുഖം വല്ലാതായത്. ഭയങ്കര ചൂടാട്ടോ. കണ്ടോ? അപ്പം സൂപ്പറാണ്.